തവാഫുമായി ബന്ധപ്പെട്ട് ലഭിച്ച മറ്റൊരു ചോദ്യം, കഅബയെ തവാഫ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇടത് ഭാഗത്ത് കഅബയും ആയിട്ടാണല്ലോ ചുറ്റേണ്ടത്. വലതു കൈയുടെ താഴ്ഭാഗത്ത് കൂടി ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുകയും ചെയ്തു. ഇങ്ങനെ തവാഫ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ഈ പൊസിഷന്, ഈ ഇടത് ഭാഗത്ത് കഅബ നിലനിൽക്കുക എന്നതിന് വിഭിന്നമായി കഅബക്ക് പിന്നിടുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യത്തിന് തിരിഞ്ഞു നിൽക്കുകയോ ഒക്കെ വേണ്ട സാഹചര്യം വന്നാൽ അത് അനുവദനീയമാണോ? ചിലരെങ്കിലും പറയാറുണ്ട് കഅബക്ക് പിന്നിട്ട് നിന്നുകൂടാ എന്നൊക്കെ. എന്താണ് ഇതിൽ പ്രമാണങ്ങളിൽ വല്ലതും പറയുന്നുണ്ട്? ഇതിൽ സത്യാവസ്ഥയുണ്ടോ എന്നാണ് ചോദ്യം. തവാഫ് ചെയ്യുന്നതിന്റെ യഥാർത്ഥ രൂപം നമ്മുടെ ഇടത് ഭാഗം കഅബയിലേക്കാക്കിക്കൊണ്ട് തവാഫ് ചെയ്യുക എന്നുള്ളതാണ് തവാഫിന്റെ നിയമം. അത് തെറ്റിച്ചുകൂടാ ഒരിക്കലും. നിർബന്ധമായും നമ്മുടെ ഇടത് ഭാഗം കഅബയിലേക്കാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ തവാഫ് ചെയ്യേണ്ടത്. എന്നാൽ ചിലപ്പോൾ നമ്മൾ തവാഫ് ഒരു തവാഫ് പൂർത്തിയാക്കിയാൽ നമ്മൾ ഹജറുൽ അസ്വദിന്റെ അവിടേക്ക് കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ബഹുഭൂരിഭാഗം ആളുകളും കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പറയുക. അതിന് വിരോധമുള്ള കാര്യമല്ല. അതേപോലെ തന്നെ തവാഫ് നടക്കുന്ന സന്ദർഭത്തിൽ വളരെ ശക്തമായ തിരക്ക് കാരണം ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഒന്ന് തെറ്റിപ്പോകും. അതൊന്നും വിരോധിക്കപ്പെട്ട കാര്യമല്ല. അതൊക്കെ നിർബന്ധിത ഘട്ടത്തിൽ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. അള്ളാഹു അവന്റെ ഖുർആനിൽ നമ്മോട് പറഞ്ഞത് നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാണ്. അപ്പോ നമുക്ക് അവിടെയുള്ള തിരക്ക് കാരണം നമ്മുടെ ലെഫ്റ്റ് സൈഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റി എന്നത് അതൊന്നും നമ്മുടെ തവാഫിനെ ബാധിക്കുന്ന പ്രശ്നമല്ല. അതൊക്കെ നമുക്ക് ഇളവ് നൽകപ്പെടുന്നതാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ റസൂലുള്ള പറയും ലാ ഹറജ എന്ന് പറയും, കുഴപ്പമില്ല എന്ന് പറയും. അതായത് നമ്മൾ മനഃപൂർവ്വമായി ആ രൂപത്തിൽ തെറ്റുന്ന അവസ്ഥ ഇല്ലാതിരിക്കുകയും നിർബന്ധിത ഘട്ടത്തിൽ അപ്രതീക്ഷിതമായി അങ്ങനെ സംഭവിച്ചു പോകുന്നത് അള്ളാഹു ഇളവ് നൽകുന്നവനുമാണ്. അല്ലാഹു അഅലം.